ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ആ യോക്ക് പ്ലേറ്റഡ് കുർത്തിയുമായിട്ടാണ്. അതും എ ലൈനാണ്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 3.5 മീറ്ററാണ് നമ്മുടെ മെയിൻ ക്ലോത്ത് എടുത്തിരിക്കുന്നത്. 3 മീറ്ററിൽ ലൈനിങ് ക്ലോത്തും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലെ കട്ടിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഞാനിവിടെ ബാക്ക് പാർട്ടാണ് നിവർത്തിയിട്ടിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് നമ്മുടെ അളവുകൾ മാർക്ക് ചെയ്യാം. ഇവിടെ ഷോൾഡർ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. താഴേക്കും 7 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടുന്ന് നമ്മുടെ ചെസ്റ്റ് അടയാളപ്പെടുത്തണം. അപ്പോൾ നമ്മൾ ആദ്യം ആ താഴ്ഭാഗത്തുനിന്നും 7 ഇഞ്ച് തന്നെ ആണോ എന്ന് നമുക്കൊന്ന് ക്ലിയർ ചെയ്യണമേ. എന്നിട്ട് നമുക്കൊരു എൽ ഷേപ്പിൽ അടയാളപ്പെടുത്താം. അവിടുന്ന് നമ്മുടെ ചെസ്റ്റ് അടയാളപ്പെടുത്താം. 9 ഇഞ്ചിൽ ചെസ്റ്റ് അടയാളപ്പെടുത്തുന്നു. പ്ലസ് 2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ആം റൗണ്ട് കുഴിച്ച് വരയ്ക്കാം. അതിനായിട്ട് നമ്മൾ ആ 7 ഇഞ്ച് വരച്ചതിൻ്റെ പാതി കാണുക. എന്നിട്ട് ആ ഒരു 1.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഒരു കർവ് ഷേപ്പിൽ നമുക്ക് വരച്ച് പോകാം. ഇനി നമ്മുടെ ഷേപ്പ് ലെങ്ത് ആണ്. 13.5 ഇഞ്ചിൽ ഷേപ്പ് ലെങ്ത് അടയാളപ്പെടുത്തുന്നുണ്ട്. അവിടുന്ന് താഴേക്ക് നമ്മുടെ സ്ലിറ്റിൻ്റെ ലെങ്ത് 19 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഷേപ്പിൻ്റെ വണ്ണം അടയാളപ്പെടുത്താം. 8.5 ഇഞ്ചിൽ വണ്ണവും പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പും ആഡ് ചെയ്യുന്നുണ്ട്. സ്ലിറ്റിൻ്റെ ഭാഗത്തും 10 ഇഞ്ചിൽ നമ്മുടെ സ്ലിറ്റിൻ്റെ വണ്ണം അടയാളപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഓരോന്നും വരച്ച് യോജിപ്പിച്ചെടുക്കാം. നമ്മുടെ ആ ഒരു ഷേപ്പ് ലെങ്ത് വരെ വന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എത്രത്തോളം വിഡ്ത്തിൽ കിട്ടുമോ ആ മാക്സിമം വിഡ്ത്തിൽ താഴേക്ക് വരച്ച് പോകണം. എന്നിട്ട് ആ ഒരു താഴെ വരച്ച് കഴിയുമ്പോൾ ആ ഒരു ഓപ്പൺ ആയിട്ട് കിടക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ഏറ്റവും താഴത്തിൻ്റെ തൊട്ട് മുകളിലേക്ക് 3 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ആ 3 ഇഞ്ചിലേക്ക് ഒരു കർവ് ഷേപ്പിൽ അടയാളപ്പെടുത്തി പോണമേ. ഒന്ന് കർവ് ഷേപ്പ് വരച്ചെടുക്കുക. കാര്യം ഇത് തൂങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത ഭാഗങ്ങളെല്ലാം തന്നെ കട്ട് ചെയ്തെടുക്കാവേ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ എല്ലാവരും ദയവായി ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമ്മൾ ആ മാർക്ക് ചെയ്ത ഭാഗങ്ങളെല്ലാം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാക്ക് പാർട്ടിലെ നെക്ക് അടയാളപ്പെടുത്താം. 3 ഇഞ്ച് വിഡ്ത്തിലാണ്, 4 ഇഞ്ചിൽ ലെങ്തിലും നമ്മുടെ ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫ്രണ്ട് പാർട്ട് ഇപ്പോഴാണ് നമ്മൾ എടുക്കുന്നത്. ഇതൊരു യോക്ക് പാർട്ടീഷനുള്ളതാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു 10 ഇഞ്ച് ലെങ്തിലും 11 ഇഞ്ച് വിട്ട് നിങ്ങൾക്ക് എത്രയാണോ വണ്ണം അതനുസരിച്ച് എടുക്കുക. ഞാനിവിടെ 10 ഇഞ്ച് ലെങ്താണ് നമ്മളിവിടെ ഹൈലൈറ്റ് ആയിട്ട് നോക്കേണ്ടത്. 10 9 ഇഞ്ച്. ഇപ്പോൾ 9 ഇഞ്ച് മതിയെങ്കിൽ ഒരു 9.5 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്തെടുക്കുക. 10 ഇഞ്ചാണെങ്കിൽ 10.5 ഇഞ്ച് ആഡ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ പതിവ് പോലെ നമ്മൾ ബാക്ക് പാർട്ടിൽ അടയാളപ്പെടുത്തുക. ആ ഒരു ആം റൗണ്ടും ചെസ്റ്റും എല്ലാം തന്നെ ഇവിടെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. അത് രണ്ടും നമുക്ക് കോമൺ തന്നെയാണ്. അതൊക്കെ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യുവാണ്. വണ്ണം 9 ഇഞ്ച് തയ്യൽ തുമ്പ് ആഡ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഫ്രണ്ട് പാർട്ട് ആയതുകൊണ്ട് തന്നെ 1 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത് ആം റൗണ്ടിന് വേണ്ടിയേ. എന്നിട്ട് ബാക്കിനേക്കാൾ ഒന്നുകൂടെ കുഴിച്ച് നമുക്ക് വരച്ചെടുക്കാവേ. ഇനി നമുക്ക് ആ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ഫ്രണ്ട് പാർട്ടാണ് ഈ എടുത്തിട്ടിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് പ്ലേറ്റ് ഇട്ടെടുക്കണമെന്നാണല്ലോ പറഞ്ഞത്. അപ്പം നമ്മൾ എത്രത്തോളം തുണി കിട്ടുമോ അത്രയും തുണി എടുത്തിടുക. എന്നിട്ട് ഈ ഒരു ഓപ്പൺ ആയ വശത്തേക്ക് നമ്മുടെ ആ ഒരു ഫ്രണ്ട് പാർട്ടിനെ എടുത്ത് ചേർത്ത് വെച്ചതിന് ശേഷം ബാക്കി അത്രയും ഭാഗം നമുക്ക് പ്ലേറ്റ് ഇട്ടെടുക്കേണ്ടതാണ്. അപ്പം ഞാൻ ഇങ്ങനെ സേഫ്റ്റി പിന്നൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പ്ലേറ്റ് ഇട്ട് എഴുതിട്ടുണ്ട്. മാക്സിമം എത്രത്തോളം പ്ലേറ്റ് കിട്ടുമോ അത്രയും പ്ലേറ്റ് നമ്മൾ എടുക്കുക. അപ്പോൾ നമുക്ക് അത്രയും ഭംഗി കൂടും. അപ്പം നമുക്കിതൊന്ന് അയൺ ചെയ്തെടുക്കണമേ. നമ്മുടെ ആ ഒരു പ്ലേറ്റ് പോകാതിരിക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് അയൺ ചെയ്തും കൊണ്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുവേ. ഇനി നമുക്ക് നെക്ക് ആണ് വേണ്ടത്. നമ്മുടെ ഫ്രണ്ടിലെ നെക്ക് ഒരു ക്യാൻവാസ് പേപ്പറിലാണ് എടുക്കുന്നത്. അപ്പം ഞാൻ 3 ഇഞ്ചിൽ ഒരു 4 ഇഞ്ച് വീതിയിലാണ് നമ്മുടെ ക്യാൻവാസ് പേപ്പർ എടുത്തിരിക്കുന്നത്. അതിൽ നമ്മുടെ 3 ഇഞ്ച് നെക്ക് അടയാളപ്പെടുത്തുന്നുണ്ട്.
ഒരു 9 ഇഞ്ച് വിഡ്ത്തിലാണ് ഞാനിവിടെ ക്യാൻവാസ് പേപ്പറിൻ്റെ ലെങ്ത് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് എത്രയാണോ വേണ്ടത്, ഞാനിവിടെ 8 ഇഞ്ചിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ അളവിൽ, കാര്യം ഒത്തിരി വൈഡായിട്ട് പോകണ്ടെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് നെക്കിൻ്റെ ലെങ്തൊക്കെ കുറച്ചെടുക്കണമേ. എന്നിട്ട് കുറച്ച് വൈഡാകാൻ വേണ്ടി ഞാൻ, നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടോ, ഇത് ഇങ്ങനെ എടുക്കുന്നുണ്ടേ. ആ ഒരു ഇച്ചിരി വൈഡായിട്ടുള്ള ഒരു വീനെക്കാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഒരു ഇഞ്ചോ 1/2 ഇഞ്ചോ കൂടി എക്സ്ട്രാ അങ്ങോട്ട് മാർക്ക് ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് നമ്മുടെ വി കിട്ടിയിരിക്കുന്നത്. ഇച്ചിരി വൈഡായിട്ടുള്ള വി ആണേ. ഇത് നമുക്ക് വേറൊരു തുണിയിൽ അറ്റാച്ച് ചെയ്തെടുക്കാം. ഞാൻ ഇങ്ങനെ അയൺ ചെയ്ത് സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അറ്റാച്ച് ചെയ്യാം. അതിനായിട്ട് നമ്മുടെ ബാക്ക് പാർട്ടിൻ്റെ നല്ല വശവും ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല വശവും ഒന്നിച്ച് വെച്ചിട്ട് അവിടെ നമുക്കൊരു സെൻറ്ററിലൊരു നോച്ചിട്ട് കൊടുക്കണമേ. ഇത് ഒരു തെന്നുന്ന തുണിയായതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം പിന്നൊക്കെ ചെയ്ത് സെക്യൂർ ചെയ്ത് വേണം എടുക്കേണ്ടത്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോവും. എന്നിട്ട് നമ്മുടെ ക്യാൻവാസ് പേപ്പറിനും ഒരു സെൻറ്റർ ഭാഗത്ത് നോച്ചിട്ട് കൊടുത്തിട്ട് അത് നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശത്തിട്ടിട്ട് ആ ഒരു ക്യാൻവാസ് പേപ്പറിൽ ജസ്റ്റ് തട്ടുന്ന രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് പോകാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകണവേ, ചുളിവൊന്നും വരാണ്ട് ആ ഒരു ക്യാൻവാസ് പേപ്പർ ജസ്റ്റ് തട്ടിക്കൊണ്ട് വേണം പോകേണ്ടതേ. എന്നിട്ട് നമുക്ക് ആ ഒരു സെൻറ്റർ ഭാഗത്തെ ക്ലോത്ത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവേ. അത് നമുക്കൊരു ആ ക്യാൻവാസ് പേപ്പറിനെ ജസ്റ്റ് തട്ടുന്ന രീതിയിൽ സ്റ്റിച്ച് കൊള്ളാണ്ട് നമുക്ക് കട്ട് ചെയ്ത് ബാലൻസ് തുണി കളയാം. എന്നിട്ട് നമുക്കിത് തിരിച്ചിടണം. അതിനായിട്ടൊരു ചെറിയ കട്ട് കൊടുക്കണമേ. എന്നിട്ട് നമുക്ക് തിരിച്ചെടുക്കാം. തിരിച്ചെടുത്തിട്ട് നമ്മൾ ആ ഒരു ചീത്ത വശത്തിലേക്ക് വെച്ച് നമുക്ക് പതിച്ചടിക്കാവേ. ഒന്നുകിൽ ആ ഭാഗം ഒന്ന് അയൺ ചെയ്തെടുക്കാം, എന്നിട്ട് എമ്മിങ് ചെയ്തെടുത്താൽ മതി. അല്ലെങ്കിൽ ഇതുപോലെ പതിച്ചടിക്കാം. ഞാനിവിടെ പതിച്ചടിച്ചാണ് എടുക്കുന്നത്. ആ ഒരു സെൻറ്റർ ഭാഗം എത്തുമ്പോൾ നമ്മുടെ സൂചി കുത്തി നിർത്തിയിട്ട് തുണി നേരെയാക്കി വെച്ചിട്ട് വേണം പിന്നീട് അടിച്ചു വരേണ്ടതേ. നമ്മൾ തുടക്കക്കാരും കൂടെ കാണുന്നത് കൊണ്ടാണ് ഇത് ഇത്ര സ്ലോയിൽ നമ്മുടെ വീഡിയോ കാണിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ആ ഒരു അയൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ ഞാനൊന്ന് സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ കണ്ടിട്ട് നമ്മുടെ ആ ഒരു ഫ്രണ്ട് പാർട്ടിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് നമ്മുടെ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് പോലെ സെൻറ്റർ ടു സൈഡിലേക്ക് നമുക്ക് അടിച്ചു പോകാവേ. നല്ല വശവും ചേർത്താണ് അടിക്കുന്നത്, അത് ശ്രദ്ധിക്കണേ. ആദ്യം ഒരു സ്റ്റിച്ച് കൊടുത്ത് നമുക്കെടുക്കാം. എന്നിട്ട് അതുപോലെ തന്നെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുത്ത് അതിനെ ഒന്ന് സെക്യൂർ ചെയ്യണമേ.
ഇപ്പുറത്തെ വശത്തേക്കും അതുപോലെ അടിച്ചു പോകാം. നമുക്കിത് ഇങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ അയൺ ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിത് കഴുകിയെടുത്താലും ആ ഒരു പ്ലീറ്റ് പോകത്തില്ല. ഇനി നമുക്ക് ബാക്ക് പാർട്ട് എടുക്കാം. അതിൻ്റെ ലൈനിങ്ങിൻ്റെ നല്ല വശവും ബാക്ക് പാർട്ടിൻ്റെ നല്ല വശവും ചേർത്ത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ നെക്ക് അടിച്ച് മറിച്ചെടുക്കാം. ഇതെല്ലാം നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെയാണ്. ആ ഒരു ബാലൻസ് ഭാഗം കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് നമ്മുടെ ആ ഒരു തയ്യൽ തുമ്പിൽ കൊള്ളാണ്ട് ചെറിയ ചെറിയ നോച്ചിട്ട് കട്ടിട്ട് നമുക്ക് തിരിച്ചെടുക്കാം. ഇനി ഇത് ബാക്ക് ഭാഗം പതിച്ചടിക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ഫ്രണ്ട് പാർട്ട് എടുത്ത് വെച്ചിട്ട് ഷോൾഡറുകൾ തമ്മിൽ ജോയിൻ ചെയ്യാം. ബാക്ക് പാർട്ടിൻ്റെ ആ ഒരു ലൈനിങ് പീസ് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഫ്രണ്ട് പാർട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് ആദ്യം ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് രണ്ടും കൂടെ വെച്ച് ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് നമ്മളിതാ തിരിച്ചിട്ട് രണ്ട് വശവും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാർട്ടിൻ്റെ നെക്ക് ഒന്ന് പതിച്ചടിക്കാം. ഏറ്റവും സിമ്പിളായിട്ട് രീതിയിൽ ചെയ്യുന്ന ഒരു പ്ലീറ്റഡ് കുർത്തിയുടെ കട്ടിംഗ് ആണ് ഇത്. ഇനി നമുക്കിത് നമ്മുടെ സ്ലീവാണ് അറ്റാച്ച് ചെയ്യുന്നത്. ഞാനിവിടെ സ്ലീവ് കട്ടിംഗ് ഒന്നും കാണിച്ചിട്ടില്ല. കാര്യം നിങ്ങൾ എപ്പോഴും ഇത് കാണുമ്പോൾ ഒന്ന് ബോറടിക്കുമല്ലോ, അതുകൊണ്ടാണ്. ഇതൊരു ഫുൾ സ്ലീവാണ്, ഇച്ചിരി ചുരുണ്ടിരിക്കുന്ന ഒരു ഫുൾ സ്ലീവാണ് എടുത്തിരിക്കുന്നത്. സെൻറ്റർ ഭാഗത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് താഴേക്ക് വരുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ഒരു ലൈനിങ് സ്ലീവിൽ വെക്കാത്തത് കൊണ്ട് ഈ അടിഭാഗത്തെ ആ ഒരു തയ്യൽ തുമ്പ് കാണാതിരിക്കാൻ വേണ്ടി നമ്മളിത് ഇങ്ങനെ ഫ്രണ്ട് പാർട്ടിൽ കൂടെ ഒന്ന് പതിച്ചടിക്കുവാണേ. ആ ഒരു തയ്യൽ തുമ്പെല്ലാം കൂടെ നമ്മുടെ ആ ഒരു ബോഡി പാർട്ടിലേക്ക് കയറ്റി വെച്ചുകൊണ്ട് നമ്മളിത് ഇങ്ങനെ പതിച്ചടിക്കുവാണേ. അപ്പോൾ ആ ഒരു തയ്യൽ തുമ്പ് വെളിയിൽ കണ്ടുകൊണ്ടുള്ള ആ ഒരു വൃത്തികേട് നമുക്ക് വരത്തില്ലേ, അതിന് വേണ്ടിയാണ് ഇങ്ങനൊരു സ്റ്റിച്ച് കൊടുക്കുന്നത്. അങ്ങനെ നമ്മളിത് ആ സ്ലീവും അറ്റാച്ച് ചെയ്തു. സ്ലീവിൻ്റെ ആ ഒരു കണ്ടോ ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ആ ഒരു തയ്യൽ തുമ്പ് വെളിയിലേക്ക് വന്നിട്ട് അങ്ങനെ കാണുമ്പോൾ ഉള്ളൊരു അഭംഗി ഒരിക്കലും ഉണ്ടാകത്തില്ല. ഇനി നമുക്ക് ബോഡി പാർട്ട് അറ്റാച്ച് ചെയ്യാം. എന്നിട്ട് അരികു വശം നമുക്ക് ആദ്യം ഒരു മടക്ക് മടക്കി പിന്നെ ഒരു മടക്കൂടെ മടക്കി നമ്മുടെ ലൈനിങ്ങിൻ്റെയും ബോഡി പാർട്ടിൻ്റെയൊക്കെ തയ്ച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കുർത്തിയുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. ഞാൻ ആ നെക്കിൻ്റെ ഭാഗത്ത് കുഞ്ഞു പേൾസൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കിട്ടുന്നത്. ഫുൾ സ്ലീവാണ്. അപ്പോൾ ഇനി ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. ടാറ്റാ.